ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ കേട്ടോ. രാവിലെ എഴുന്നേറ്റതേ ഉള്ളു. എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു. ഇത് നമ്മളെ വാട്ടർ ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ അവരത് സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് മുകളിലത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണമല്ലോ. അമ്മ ഇന്നലെ വൈകിട്ട് വീട്ടിലോട്ട് പോയി. ജോലിക്ക് ആൾ വരുമ്പം അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്ത് പ്രിയങ്ങളെ കേട്ടോ. സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാനും ഫാൻ 2 ഇടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഫാൻ ഇടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീട്ടിലാൾ വേണമല്ലോ. അതുകൊണ്ട് ഇന്ന് അവധി ചോദിച്ചേക്കുക. കുക്കും ഞാനിക്കുട്ടിയും കുഞ്ഞോനും രാവിലെ പോയി. കൊച്ചോളും മോനുകുട്ടനും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിന് സ്കൂളുണ്ട്, ഓട്ടോ ഇല്ല, അതുകൊണ്ട് വിടുന്നില്ല. ദോശമാവ് ഇച്ചിരി ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൊച്ചോക്ക് റാഗി പുട്ട് വേണമെന്ന്. അപ്പോൾ നമുക്കിതുണ്ടാക്കാം. റാഗി സേമിയ കേട്ടോ. റാഗി സേമിയ കൊണ്ടുള്ള പുട്ട്. വേണ്ടാക്കി കഴിക്കണം. ഏത്തപ്പഴമില്ല, പഴമേ ഉള്ളൂ. ദോശമാവുണ്ടോ? ദോശമാവ് ഞാൻ എടുക്കില്ല. ദോശമാവ് വേണമെന്ന് ചോദിച്ചില്ല. ഇത് പഴംകുട്ടി കഴിക്കടാ. യാക്കോബ് പിതാവിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കിയത് എങ്ങനാ? പിതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാ യാക്കോബ്? ഇസഹാക്കിന് 2 പുത്രന്മാരിൽ ഇളയവനായ യാക്കോബിന് ജ്യേഷ്ഠാവകാശം കേശാവ് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് അപ്പനിൽ നിന്ന് അനുഗ്രഹങ്ങളും നേടിയെടുത്തത്. അങ്ങനെയാണ് അനുഗ്രഹങ്ങൾ, പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അങ്ങനെയാണ് പിതാവിൽ നിന്നുള്ള അനുഗ്രഹം യാക്കോബ് സ്വന്തമാക്കിയത്. മനസ്സിലായോ? അവര് ടാങ്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ അതേ പിടിച്ചു വെച്ച് എൻ്റെ മോനിക്കുട്ടൻ്റെ പണി ഈ കൊച്ചു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ. ഇന്ന് നമ്മൾ വെള്ളേരി ഇടുന്നത്, വെള്ളച്ചോറ്. കൊച്ചോളെ ഇന്ന് അരി ഇട്ടത്. നോക്കാം എളുപ്പം വേവുമോ നോക്കാം. ചാടുന്നു ചാട്. അവിടെ കുത്തിയിരുന്ന് ഇവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇരിക്കുക. ആട് നാളെ പോകുന്ന കാര്യം ഓർത്തിട്ട് ഒരു സുമാറില്ല, ഇങ്ങനെ ഇരിക്കുക.
മീൻ വറക്കാം, ചോറുണ്ണാം. പിന്നെ മോരൊക്കെ കടു വറുത്ത് റെഡിയാക്കി വെച്ചേക്കാം. പഠിക്കാൻ ഇന്നത്തെ ഉച്ചഭക്ഷണമാണ്. മതി, എനിക്ക് എന്റെ പ്ലേറ്റ് അല്ല അത്. വേറൊന്നും വേണ്ട. അണത്തുള്ള പോയി ഇല്ല. കൊടുത്തുവിടാണ് ചെന്ന് പറഞ്ഞിട്ട് മേളോട്ടല്ലേ 3:30 കൊച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. ഞാൻ 3:15 കൊച്ചുകൂടെ ചെയ്യട്ടെ. എന്താ പറഞ്ഞേ? ഇതെടുത്ത് വാങ്ങി കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അതെ കൊല്ലും കേട്ടോ. വാങ്ങി വെക്കാൻ പറ്റുമോ? ഇങ്ങനെ വീഡിയോ ഓണാണോ? പോകാനും കണ്ടു ഇനി എന്നാണോ കൊച്ചോൾ അങ്ങോട്ട് പോയി. ഞാൻ ദേ അടുക്കള നിറയെ പാത്രങ്ങൾ കഴുകാനൊക്കെ കിടപ്പുണ്ട്, തൂത്തുവാരാനൊക്കെ ഉണ്ട്, കുറേ പണികളുണ്ട്. പിന്നെ അവിടെ ടാങ്കെല്ലാം ഫിറ്റ് ചെയ്തു. ഇപ്പം പുതിയ ഫാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി 2 ഫാൻ ഇരിപ്പുണ്ട്, അതും കൂടിയൊക്കെ ഇടണം. അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 4:15 ആയി. പിന്നെ അവർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ ഇട്ടു. അവർക്ക് ചായ ഇട്ടപ്പോൾ ഞാനും ഇച്ചിരി കുടിച്ചു. അത് കഴിഞ്ഞ് ഇനി മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് കുറച്ചെങ്കിലും അങ്ങ് ഒതുക്കി പെറുക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ പിടിക്കാം. അതിൻ്റെ കൊണ്ട് വണ്ടിയിലങ്ങ് മുട്ടിക്കരുത്. എനിക്ക്
അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പ്രിയങ്ങളെ, ഇനി ഞാനൊന്ന് കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് വന്നിട്ട് വീടിനകമൊന്ന് തൂത്ത് വാരണം. മുറ്റത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു, അതെല്ലാം ഒതുക്കി നനഞ്ഞു. അതുകൊണ്ട് ഞാനങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചേ. കുളിച്ചിട്ട് വന്നിട്ട് വീടിനകം തൂക്കാം, അല്ലെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം വീഴും. മോനിക്കുട്ടനാണെങ്കിൽ സൈക്കിളോട്ടം പോയൊക്കെ വന്നില്ല. ഇടയ്ക്കൊന്ന് വന്നിട്ട് വീണ്ടും അമ്മമ്മ എടുക്കും. നമുക്ക് ഇവിടുത്തേക്ക് വാട്ടർ ടാങ്ക് കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മയ്ക്ക് അവിടെ 2 ടാങ്കിൻ്റെ അടപ്പുണ്ടല്ലോ, അത് പൊട്ടിപ്പോയൊക്കെ ചെയ്തേക്കുമായിരുന്നു. അത് രണ്ടും ടൈലിൻ്റെ പീസ് വെച്ച് അടച്ചു വെച്ചേക്കുക. അപ്പോൾ 2 അടപ്പൂടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കൊണ്ടുവന്നായിരുന്നു. അവരിവിടെ കൊണ്ടിറക്കിയിട്ട് സാധനങ്ങളെല്ലാം ഒന്നിച്ചിറക്കിയിട്ട് പോയി. അപ്പോൾ ഞാനത് മോനിക്കുട്ടൻ്റെ അങ്ങോട്ട് കൊടുത്തു വിട്ടു. അത് കൊണ്ട് കൊടുക്കാൻ അങ്ങോട്ട് പോയതാണ്. ഞാൻ ഇപ്പോഴത്തേക്കൊന്ന് കുളിക്കട്ടെ. ഈ മുറിക്കകത്ത് ഫാനില്ലായിരുന്നു പ്രിയങ്ങളെ. നമ്മൾ ഈ പെഡസ്ട്രൽ ഫാനായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാനാണ്, ഹോളിൽ കിടന്ന ഫാനാട്ടോ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇട്ടു. ബജാജിൻ്റെ ഒരു ഫാനായിരുന്നു. ഈ മോനിക്കുട്ടൻ ടി വി കാണുന്നിടത്തും ഫാനില്ലായിരുന്നു, അവിടെയും ടേബിൾ ഫാനായിരുന്നു. അവിടെ ഞാൻ മിൽട്ടൻ്റെ ഒരു ഫാൻ വാങ്ങിച്ചതാണ്, അത് ഇവിടെ ഇട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ ഒരു ഫാനും കൂടെ ഉണ്ട്, അത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇട്ടു. ഇവിടെയും ഫാനില്ലായിരുന്നു. ഇന്ന് നമ്മൾ 3 ഫാൻ ഫിറ്റ് ചെയ്യിച്ചു. ഇല്ല, ഒരെണ്ണം പുതിയത്, മറ്റേത് നമുക്കുള്ളായിരുന്നത്. പിന്നെ അതിനകത്തില്ലേ, പുതിയതെടുക്ക്. മറ്റേത് ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുത്തു. ഇന്നപ്പോൾ 3 ഫാൻ ഇടിക്കാനുണ്ടായിരുന്നു. നമ്മൾ മുകളിൽ വാട്ടർ ടാങ്ക് എല്ലാം ഫിറ്റ് ചെയ്തു. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു ബാത്റൂമിൽ പണ്ടത്തെ മെറ്റലിൻ്റെ എക്സോസ്റ്റ് ഫാനാണ് ഇരിക്കുന്നത്. അത് ഡാമേജ്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ പണി കഴിഞ്ഞില്ല. അതിനി അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അത് വേറൊരു ഫ്രെയിം ഉണ്ടാക്കി, ഇപ്പോഴത്തെ ചെറിയ എക്സോസ്റ്റില്ലേ അത് വെക്കാൻ വേണ്ടി ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് വെച്ചാലേ പറ്റത്തുള്ളൂ. ഇത് സൈസ് ഒരുപാട് വലിയതാണ്, അത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുവരണം, അതും കൂടി ചെയ്യാനുണ്ട്. ഇന്നും ഫുള്ള് അതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. കൊച്ചോളങ്ങ് ചെന്നു. അവൾക്ക് വിഷമമാണ് നാളെ പോകുന്ന കാര്യം ഓർത്തിട്ട്. പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മോനിക്കുട്ടനും വിഷമോ. മോനിക്കുട്ടൻ സാഡടിച്ചിരിക്കും, ഞാൻ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. കൊച്ചോളേച്ചിലൂടെ പോണോ? പോ. പകലൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് അതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു. 8 മണിയായി. മീൻ 2-3 കഷ്ണം കൂടി ഇട്ടുകൊണ്ട് മാങ്ങ വരട്ടാം. അറിയുന്നില്ല. മീൻ വറുത്തതും കൊച്ചോൾക്ക് കൊണ്ടുവരാൻ മോര് കാച്ചിയായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കടുമാങ്ങയും മാത്രമേ ഉള്ളൂ അത്താഴത്തിന് കേട്ടോ. നാളെ മോനിക്കുട്ടൻ്റെ സൺഡേ സ്കൂൾ എക്സാമാണ്. കുറച്ച് നേരം രാവിലെ ഇരുന്ന് പറഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ കൊച്ചോളോട് ഞാൻ പറഞ്ഞു ചോദ്യോത്തരവൊന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ. കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ കിടക്കാൻ. ചോറും മോരും കടുമാങ്ങയും പറഞ്ഞിട്ട് വായിലാക്കി.
കഴിച്ചിട്ട് വരാം. അമ്മയ്ക്ക് വൈകുന്നേരം നാളെ പോകുന്നുണ്ട്. ഉച്ചക്കൊന്നും ഇതിലോട്ട് കഴിച്ചിട്ട് വരാം. നാളെ ഇത് സൺഡേ സ്കൂളിന്റെ പരീക്ഷ ആയിരുന്നു. ആണ് പഠിക്കണം. ടാറ്റ. കഴിച്ചിട്ട് അമ്മ കടുമാങ്ങ അച്ചാറും കൊച്ചൊക്കെ ഇച്ചിരി കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട്. എന്തൊക്കെ അച്ചാറാണെന്നറിയത്തില്ല. കടുമാങ്ങ ഉണ്ടായിരുന്നു. മാന്തൾ. ഇന്ന് ഇതാണ് അത്താഴം. കഴിക്കട്ടെ പ്രിയങ്ങളെ. കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.